പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറയുന്നു. അതിനായി കർത്താവായ യേശു മഹാരാജാവ് എന്നെ അനുവദിച്ചോർത്ത് ദൈവത്തിൻ്റെ മഹത്വം സ്തുതിയും സംഭവിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ 2 ക്ലാസ്, ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസ്സായിട്ട് ആളുകൾ കാണുകയും കമൻ്റ് ഇടുകയും ചെയ്ത ഒരു ക്ലാസ്സായിരുന്നു ഒടുക്കത്തെ ക്രിസ്മസ് എന്ന ആ ക്ലാസ്. അത് അങ്ങനെ മനഃപൂർവ്വം തന്നെ ആലോചിച്ച് ചിന്തിച്ച് കുറിച്ചാണ് ആ ക്ലാസ് ഇട്ടിരിക്കുന്നത്. കാരണം യേശു ക്രിസ്തുവിൻ്റെ നാമം പറയുകയും കൊരിന്തോസ് അപ്പോസ്തലപ്രവൃത്തി കർത്താവ് പറയുന്നുണ്ട്, അവർ തിന്നാനും കുടിക്കാനുമായി ഇരുന്നു എന്നും നൃത്തം ചെയ്യാനായി എഴുന്നേറ്റു എന്നും അവരെ പറ്റി എഴുതപ്പെട്ടിരിക്കുന്നു. ആ വചനം ഇവിടെ പൂർത്തിയാകുകയായിരുന്നു. ഇതിനെ ഈ ക്രിസ്മസ് ആണെന്ന് പറഞ്ഞ് 25 ദിവസം എന്തെങ്കിലും ഒരു നോമ്പ് പോലത്തെ സംവിധാനമൊക്കെ ആക്കി നിർത്തി ആ കാലഘട്ടത്തിൽ ആ 25 ദിവസം തീർന്നു കഴിയുമ്പോൾ 8-10 കിലോ പോത്തും പന്നിയെല്ലാം കൂടെ മേടിച്ച് തിന്നേച്ച് കുറേ മദ്യം മേടിച്ച് അതും കഴിച്ചേച്ച് പിന്നെ TJ അതിനകത്ത് കമൻറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചില പള്ളികളിൽ TJ പാർട്ടി പോലത്തെ നൈറ്റ് രാത്രിയിലൊക്കെ വമ്പം പരിപാടിയും ഡാൻസും പാട്ടും കൂത്തും അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ മദ്യപാനം വരെ നടക്കുന്നതായിട്ടാണ് ഓരോരുത്തരും പറഞ്ഞു തരുന്നത്. എന്താണ് പ്രിയ സഹോദരി കാണിച്ചു കൂട്ടുന്നത്? അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽ നല്ല കമൻറ്റ്, 2-3 പേര് നല്ല കമൻറ്റ് ഇട്ടിരിക്കുന്നു. എനിക്ക് ആ കമൻറ്റ് ഒത്തിരി ഇഷ്ടമായി. അതെന്ന് വെച്ചാൽ പിന്നെ ധ്യാനം ഇല്ലാത്ത സമയത്ത് നീ പെണ്ണുങ്ങളെ വിളിച്ച് വീട്ടിൽ വരുത്തിയോടാ എന്തൊക്കെ ചോദിച്ചാണ് ക്ലാസ് ഇട്ടിരിക്കുന്നത്. അത് ഇട്ടിരിക്കുന്നത് ആരാണെന്നൊക്കെ എനിക്കറിയാം. ഞങ്ങളുടെ നാട്ടിലുള്ള ആൾ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇതൊക്കെ എനിക്കറിയാം, ആളാരും ഇട്ടിരിക്കുന്നത്. അവർ ഇട്ടോട്ടെ, പക്ഷേ അതിന് ഡോസ് കുറച്ച് ഡോസും കൂടെ കൂട്ടിയിട്ടിട്ടോളാണ് ഞാൻ പറഞ്ഞത്. ഇനി എന്നാ കമൻറ്റ് ഇട്ടാലും എനിക്ക് പ്രശ്നമില്ല, കാരണം എന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ലത്. ഇത് സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി മനുഷ്യനും ജനവും സഭയും ലോകവും ഒരുങ്ങാൻ വേണ്ടി വ്യക്തമായ ആർക്കും എടുക്കാൻ പറ്റാത്ത ക്ലാസ് ഞാൻ ഇട്ട് തരികയാണ് ജനത്തിൻ്റെ ഒരുക്കത്തിന് വേണ്ടി. ഇപ്പോൾ തന്നെ വലിയ താമസമില്ലാതെ വലിയ ആഗോള യുദ്ധം വരികയും ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സുഖസൗകര്യങ്ങളും മനുഷ്യൻ്റെ കയ്യിൽ നഷ്ടപ്പെടുകയും ചെയ്ത് മനുഷ്യൻ കൊടിയ ദുഃഖവും ദാരിദ്ര്യവും അനുഭവിച്ചാലേ ഈ മനുഷ്യൻ പഠിക്കുകയുള്ളൂ. അത് അന്നേരേ മനുഷ്യ ബോധ്യം വരുള്ളൂ. അപ്പോസ്തല പ്രവർത്തനം 28-ാം അധ്യായം അതിൻ്റെ 27-ാം തിരുവചനത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്. ആ സംഭവം വളരെ വ്യക്തമായി, ഞാനിപ്പം വ്യക്തമായിട്ട് പറഞ്ഞാലും അതൊരു ദൈവീക വചനം ചേർത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ബോധ്യവും. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഭാഷ ഞാൻ പറഞ്ഞാൽ ഈ ജനമോ ഈ ക്രിസ്ത്യാനികളോ ഇതുകൊണ്ടൊന്നും പഠിക്കില്ല. ഇവരുടെ തലയിൽ വലിയ കല്ല് തന്നെ വന്ന് വീണ് ഇവർ നട്ടം തിരിയുന്ന സമയത്ത് അത് ഭക്ഷണമില്ലാതെ, പാനീയമില്ലാതെ, വെള്ളമില്ലാതെ, യാത്രയില്ലാതെ കഷ്ടപ്പാടിൻ്റെയും ക്ലേശത്തിൻ്റെയും പീഡകളുടെയും മധ്യത്തിലേ ഈ ജനം തല കർത്താവിൻ്റെ മുകളിലേക്ക് തിരികുള്ളൂ. അത് അപ്പോസ്തല പ്രവർത്തനം 28-ാം അധ്യായം 27-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അത് അവർ കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് മനസ്സിലാക്കുകയും മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്യുക അസാധ്യം. അത്രയ്ക്കും ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞതാണോ പ്രശ്നം? ഇതോ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണോ? വചനത്തില്ലാത്ത കാര്യം ഞാൻ പറയാറില്ല. അപ്പം ഈ ജനത്തിൻ്റെ ഹൃദയം, ഈ സഭയുടെ ഹൃദയം, ഈ ജനത്തിൻ്റെ ഹൃദയം അത്രമാത്രം കഠിനമായി തീർന്നിരിക്കുന്നു. കണ്ണുണ്ടായിട്ടും അവർ കാണുന്നില്ല, കാതുണ്ടായിട്ടും അവർ വചനം ഗ്രഹിച്ചത് ഉൾക്കൊള്ളുന്നില്ല. അവർ ബുദ്ധിയും ബോധവുമില്ല. കുറച്ച് തീറ്റയും കുടിയും കുറച്ച് തുള്ളലും ചാട്ടവും മറിച്ചിലുമായിട്ട് ഒരു ക്രിസ്മസിനെ അപഹാസ്യപ്പെടുത്തി ജനത്തിൻ്റെ മുമ്പിൽ, സമൂഹത്തിന് മുമ്പിൽ ക്രിസ്മസിൻ്റെ മഹത്വം, യേശു ക്രിസ്തുവിൻ്റെ മഹത്വം നശിപ്പിക്കുന്ന ഇത്തരം പരിപാടികൾക്കെതിരെയാണ് ഞാൻ ക്ലാസ്സിൻ്റെ. അപ്പോൾ വന്നിരിക്കുക നീ വീട്ടിൽ ആളെ വരിച്ച് പെണ്ണുങ്ങൾ ധ്യാനത്തിനാൻ പറഞ്ഞ് പെണ്ണുങ്ങളെ വിളിച്ചു ചേർത്തു. പിന്നെ നിൻ്റെ ധ്യാനം ഇല്ലാത്തപ്പോഴാണോ നീ ധ്യാനം നടത്തുന്നത് എന്തെല്ലാം കമൻ്റ് ഇട്ടിരിക്കുന്നത്? കമൻ്റ് ഇട്ടിരിക്കുക പരാതിയിൽ ഇഷ്ടംപോലെ ഇട്ടോ, നിങ്ങളെ കൊണ്ടിടാൻ പറ്റുന്നത്. കർത്താവിൻ്റെ മുമ്പിൽ കണക്കെല്ലാം ഉണ്ട്. സർവശക്തനായ ദൈവത്തിൻ്റെ വരവ് ഉടനെ ഉണ്ട്. അപ്പോൾ ഈ കമൻ്റ് ഇട്ടവർക്കൊക്കെ ബോധ്യം വരുന്ന സമയം വന്നുള്ളൂ. അതുകൊണ്ട് എനിക്കത് പ്രശ്നമല്ല. ഡോസ് കുറച്ച് കൂട്ടിയിട്ടാലും യാതൊരു പ്രശ്നമില്ല. അപ്പോൾ പ്രിയ സഹോദരരെ, നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം ഇത് ഉടൻ തന്നെ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ എല്ലാവിധ ലക്ഷണങ്ങളും പൂർത്തിയായി വരികയാണ്. ഒരു സോദോം ഗൊമോറ ഭൂമിക്കടിയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് കയറി വന്ന് ആ സോദോം ഗൊമോറ ഭൂമിയിൽ ഒരു വിടർന്ന് പുഷ്പിച്ച് ലോകം മുഴുവനുമായി സകലവിധ വിശുദ്ധിയും നഷ്ടപ്പെട്ട്, സകലവിധ സമാധാനം നഷ്ടപ്പെട്ട്, സകലവിധ ബന്ധങ്ങൾ നഷ്ടപ്പെട്ട്, ആത്മീയത നഷ്ടപ്പെട്ട്, സഭയും തകർന്ന്, കുടുംബവും തകർന്ന് വലിയ ദുരന്തങ്ങളിലേക്ക് വരുമ്പോഴേ ഈ ജനവും ലോകവും പഠിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് അപ്പോസ്തല പ്രവർത്തനം 28-ാം അധ്യായം 27-ാം തിരുവചനത്തിൽ പറഞ്ഞത്, അവർ കണ്ണുകൊണ്ട് കാണുകയും, കണ്ണുകൊണ്ട് കാണുന്നുണ്ട്, കാതുകൊണ്ട് കേൾക്കുകയും, കാതുകൊണ്ട് എന്തെല്ലാം കാര്യം കേൾക്കുന്നുണ്ട്? ദൈവവചനം മാത്രമാണോ കേൾക്കുന്നത്? അല്ല, കേൾക്കുകയും ഹൃദയം കൊണ്ട് മനസ്സിലാക്കുകയും മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്യുക അസാധ്യം. ഇനി ദൈവവചനത്തിന് ഈ ജനത്തെ വിശുദ്ധീകരിക്കാൻ സാധ്യമല്ല, അസാധ്യം. കാരണം അത്രമാത്രം വഴിപിഴച്ചതും
തിന്മ നിർജിതമായ ഈ ജനസമൂഹത്തെ ഇനി കർത്താവായ യേശു ക്രിസ്തു പോലും മാനസാന്തരപ്പെടുന്നത് സാധ്യമല്ലെന്ന് കർത്താവിന് മതി. അങ്ങനെയാണ് പിന്നെ അടുത്ത ചോദ്യം വരും, അങ്ങനെയാണ് പിന്നെ ഈ വചനപ്രഘോഷം കൊണ്ട് എന്ത് കാര്യം അല്ലേ? അപ്പോൾ ലക്ഷങ്ങളിൽ ഒരാൾ മാനസാന്തരപ്പെടുകയോ പശ്ചാത്താപത്തിലേക്ക് തിരിച്ചു വരികയോ ചെയ്താൽ വന്നോട്ടെ, ലക്ഷങ്ങളിൽ ഒരാൾ. അല്ലാതെ ലക്ഷക്കണക്കിന് ആൾക്കാരെ രക്ഷിക്കുക എന്നുള്ള ദൗത്യം എനിക്കില്ല, എൻ്റെ വ്യക്തിപരമായ ക്ലാസ്സിനകത്ത് എനിക്കില്ല. ലക്ഷങ്ങളിൽ ഒരാളെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ ചില ക്ലാസ്സുകളിൽ ഒരാൾക്ക് ആയിരിക്കും ധ്യാനത്തിൽ വരുന്നത്. ആ ഒരാൾക്ക് വേണ്ടി ഞാൻ ധ്യാനിപ്പിക്കും. കാരണം അവർ യാഥാർത്ഥ്യം, സത്യസന്ധമായ തിരുവചനം, 26 കാരറ്റ് ശുദ്ധിയും സംശുദ്ധിയുമുള്ള സ്വർണത്തേക്കാൾ മൂല്യവും വിലയുമുള്ള സ്വർണ്ണശുദ്ധിയുള്ള ആ തിരുവചനത്തിൻ്റെ അർത്ഥമൂല്യങ്ങളാണ് ഞാൻ കൊടുക്കുന്നത്. അതവർ കേട്ട് ഗ്രഹിച്ച് മാനസാന്തരപ്പെട്ട് അവർ ഈ വചനത്തിൽ പതിരിക്കുന്നവർ, ഞാൻ പറഞ്ഞതല്ല, ദൈവവചനത്തിൽ പതിരിക്കുന്നവർ ഒരുങ്ങുകയും എന്ത് ഉപേക്ഷിക്കണമോ അത് ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നു, എന്ത് സ്വീകരിക്കണമോ അത് സ്വീകരിക്കാൻ അവർ തയ്യാറാവുന്നു. അങ്ങനെ തയ്യാറാകുന്ന ഒരു പറ്റം ജനം. അതുകൊണ്ടാണ് തെസ്സലോനിക്കർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ തിരുവചനത്തിൽ കർത്താവ് പറയുന്നുണ്ട്, അപ്പോൾ നമ്മിൽ അവശേഷിക്കുന്നവർ കർത്താവിനെ എതിരേൽക്കാനായി വാനമേഘങ്ങളിൽ സംവഹിക്കപ്പെടും. അതിനർത്ഥം എന്താ? മരണം കൂടാതെ എടുക്കപ്പെടുമെന്നാണ് അർത്ഥം. മരിക്കാതെ ഈ ലോകത്ത് നിന്ന് നിത്യജീവനിലേക്ക് എടുക്കപ്പെടുന്ന ഒരു സംഭവം നമ്മുടെ തൊട്ടുമുമ്പിലുണ്ട്. അതിന് 1000 വർഷമോ 2000 വർഷമോ 5000 വർഷമോ 10000 വർഷമോ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അത് തൊട്ടുമുമ്പിലാണ്. ആ യാഥാർത്ഥ്യത്തെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ കമൻറ്റുകൾ, നല്ല കമൻറ്റുകൾ പോരട്ടെ, കുറേ കമൻറ്റുകൾ പോരട്ടെ, ഒരു കുഴപ്പമില്ല. പ്രിയപ്പെട്ട കമൻറ്റുകളെ പറ്റി എനിക്കൊരു പേടിയോ വിഷമോ ഇല്ല. അതിടുന്നു അവരുടെ സ്വാതന്ത്ര്യം. പക്ഷേ അതിൻ്റെ ശിക്ഷ അവർക്ക് തന്നെ വരും, അവരുടെ തലയിൽ തന്നെ അതെല്ലാം വന്ന് വീഴും. ഓക്കെ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കുംബ ഡാൻസും നമ്മുടെ തലയണ ഡാൻസും പിന്നെ യൂണിഫോം ഡാൻസും എല്ലാം കൂടെ കൂടിയിട്ട് ക്രിസ്മസ് പപ്പയാണെന്നും പറഞ്ഞ് കാട്ടിക്കൂട്ടിയ വേഷം കെട്ടിൻ്റെ ശിക്ഷ കർത്താവ് ഉടൻ തന്നെ നിറവേറ്റും. ഉടൻ തന്നെ ഇതിൻ്റെ തിരിച്ചടി വരുന്നുണ്ട്. അപ്പോൾ ശരിയായിക്കോളും. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകപ്പെടുവാൻ നമുക്ക് കർത്താവിൻ്റെ മേൽ കരങ്ങൾ നീട്ടാം. കർത്താവായ യേശു ക്രിസ്തു തിരുവചനത്തിൻ്റെ ശക്തി നമ്മൾ നിറയാൻ, ദൈവവചനം കൊണ്ട് നിറയാൻ നമുക്ക് കർത്താവിൻ്റെ മേൽ കരങ്ങൾ നീട്ടാം. സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാം. സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ, യേശുവിൻ്റെ മുമ്പിൽ നമുക്ക് കരങ്ങൾ കൂപ്പാം, കണ്ണുകൾ അടയ്ക്കാം. അങ്ങനെ കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എൻ്റെ ഹൃദയത്തിൽ, മനസ്സിൽ, ശരീരത്തിൽ, ആത്മാവിൽ, ചിന്തയിൽ, ബുദ്ധിയിൽ, പ്രവൃത്തിയിൽ സംഭവിക്കാൻ സർവശക്തനായ ദൈവമായ യേശുവെ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കർത്താവിന് മുമ്പിൽ ആയിരിക്കാം. അതിനെ നമ്മെ ഓരോരുത്തർ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.